നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് നോക്കിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. മതി. താങ്ക് യു. നമുക്കൊരു വാക്കോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ പുണ്യനാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, ഈ ദിവസത്തിന്റെ ഈ വൈകവേളയിൽ ഞങ്ങൾക്കൊരുമിച്ച് ദൈവസന്നിധാനത്തിൽ കൂടി വരുവാനുള്ള ഒരു വിലയേറിയ അവസരം കൂടെ കർത്താവ് തന്നത് ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ, അങ്ങയെ വാഴ്ത്തുകയാണ്. വിവിധമായിരിക്കുന്ന സംഭവങ്ങൾ ലോകത്തിൽ അവിടെ ഇവിടങ്ങളിലായി നടന്ന് അനേകർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവെ, നീ ഞങ്ങളുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. എന്റെ കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങൾ കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. സ്വർഗീയമായ കൃപ കൊണ്ട് കർത്താവ് എല്ലാവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസവും പ്രത്യാശയും നൽകുന്നതിനാൽ സ്തോത്രം. കർത്താവെ, അടിയനെയും കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന ഇട്ടിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ളതായ വേദഭാഗങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഇവിടെ വായിച്ചു കേട്ടിരിക്കുന്നത്. ഈ വേദഭാഗങ്ങൾ നാം പല ആവർത്തി വായിച്ചിട്ടുണ്ടാകാം. ഈ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി ഒരുപക്ഷെ അനേക സന്ദേശങ്ങൾ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ വേദഭാഗത്തിലൂടെ നാം ചിന്തിക്കുന്നത് ജീവിതത്തിൽ നമുക്ക് വളരെ അനുഗ്രഹത്തിനും സന്തോഷത്തിനും ആശ്വാസത്തിനും പ്രത്യാശയ്ക്കും കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്ന കാലഘട്ടത്തിൽ തൻ്റെ അടുക്കൽ കടന്നു വന്ന പുരുഷാരത്തോടൊക്കെ സംസാരിക്കുന്ന അവസരത്തിൽ കർത്താവ് ഉപമകൾ പറഞ്ഞാണ് അവരോട് സംസാരിപ്പാനിടയായത്. ആത്മീയമായ വിഷയങ്ങൾ കടന്നു വന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ ഭൂമിയിലുള്ള അനേക ഉപമകളായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞ് അതിൽ കൂടിയാണ് യേശു കർത്താവ് ആ സ്വർഗീയ വചനം മറ്റുള്ളവരോട് പ്രസ്താവിപ്പാനിടയായത്. ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, നീ കുശവന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലേണം. അവിടെ വെച്ച് എൻ്റെ വചനങ്ങളെ ഞാൻ നിന്നോട് അരുളി ചെയ്യും. അങ്ങനെ കുശവനായ മനുഷ്യൻ യിരെമ്യാ പ്രവാചകൻ കുശവന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ താന് ഉണ്ടാക്കുന്നതായ പാത്രം, കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്നതായ പാത്രം
തന്റെ കരത്തിൽ ചീത്തയായി പോയ സമയത്ത് ആ കുശവൻ ചെയ്തത് മറ്റൊരു പാത്രത്തെ അത് ഉണ്ടാക്കുവാനായിട്ട് അതിനെ വീണ്ടും പണിയുന്നതായിട്ട് കാണുവാൻ കഴിയും. ഈ ഒരു ഉപമ അല്ലെങ്കിൽ ഈ കാഴ്ചയിലൂടെ ഇസ്രായേൽ ജനത്തോട് ദൈവം സംസാരിക്കുവാനുള്ളതായ ദൈവവചനം ദൈവം യിരെമ്യാവിന് നൽകുകയായിരുന്നു. ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വായിച്ചതായിരിക്കുന്ന വേദഭാഗം നാം ശ്രദ്ധിച്ചാൽ കുശവൻ എന്നുള്ളതായിരിക്കുന്ന ആ പേര് ഏതാണ്ട് 7 പ്രാവശ്യം ഈ 6 വാക്യങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വായിച്ച വേദഭാഗം നാം വളരെ വ്യക്തമായി നോക്കിയാൽ ഇതിനകത്ത് ഒരു തോൽവിയുടെ ചരിത്രം കാണുവാൻ കഴിയും. ആ തോൽവിയിലല്ല ഈ സംഭവം അവസാനിക്കുന്നത്. ഞാനിത് പറഞ്ഞതിന്റെ താല്പര്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ പലവിധമാകുന്ന തോൽവികൾ സംഭവിപ്പാൻ സാധ്യതയുണ്ട്. ആ കാര്യം നാം ചിന്തിച്ചാൽ തോൽവിയിൽ നിന്ന് നമ്മെ ഉയർത്തുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് ഈ വേദഭാഗം ഇന്ന് രാത്രി നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, യിരെമ്യാവിനെ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുവാൻ ദൈവം ഉപയോഗിച്ചതായ മാർഗം ഒരു കുശവന്റെ ഭവനത്തിലേക്ക് തന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ്. നാം ദൈവവചനം പഠിക്കുമ്പോൾ അനേക ഭക്തന്മാരോടും തന്റെ ദാസന്മാരോടും ദൈവം സംസാരിക്കുന്നത് പല രീതികളിലാണെന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. മോശയോട് ദൈവം സംസാരിക്കുമ്പോൾ ഒരു മുൾപ്പടർപ്പിൽ ദൈവം പ്രത്യക്ഷമായി. ആ മുൾപ്പടർപ്പ് കത്തുന്നുണ്ടായിരുന്നുവെങ്കിലും അത് വെന്തു പോകാതിരിക്കുന്നത് താൻ കണ്ടു. അങ്ങനെയാണ് മോശയോട് ദൈവം സംസാരിപ്പാനിടയായത്. ഞാൻ പറഞ്ഞത് ഓരോ നിലകളിലാണ് ദൈവം ഓരോ വ്യക്തികളോടും ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. ഈ വായിച്ചതായിരിക്കുന്ന 6 വാക്യങ്ങളിൽ നാം ശ്രദ്ധിച്ചാൽ വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ ഏത് വ്യക്തിക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന നിലയിലുള്ള ഒരു വേദാംശമാണ് നമ്മൾ വായിച്ചത്. ഇവിടെ മൂലഭാഷ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഹീബ്രു ഭാഷ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എല്ലാം വളരെ ലളിതമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ടുള്ളത്. ഇവിടെ പറയുന്നതായ ആ കുശവനെ സംബന്ധിച്ച് നാം ചിന്തിച്ചാൽ ഈ കുശവൻ പണിതുകൊണ്ടിരിക്കുന്ന ഒരു കുശവനായിട്ടാണ് നമുക്ക് വെളിപ്പെട്ട് കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല, തനിക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പണിയാണ് താന് ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കൂടാതെ ആ പണി കഴിപ്പിച്ചുകൊണ്ടിരുന്നതായ പാത്രം തൻ്റെ കയ്യിൽ ചീത്തയായി പോയ സമയത്ത് വീണ്ടും ആ കുശവൻ അതിനെ നല്ല ഒരു പാത്രമാക്കി തീർക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഞാൻ ഈ പറഞ്ഞതായ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാനായിട്ടുള്ളത്, ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെല്ലാവരും കളിമണ്ണാണ് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. ഇവിടെ കുശവൻ സ്വർഗത്തിലെ ദൈവത്തോട് സാമ്യപ്പെടുത്തിയിട്ട് ഈ കളിമണ്ണ് ദൈവമക്കളാകുന്ന നമ്മെ സൂചിപ്പിച്ച് ഇന്ന് രാത്രി വേദഭാഗം നാം ചിന്തിപ്പാനായിട്ട് പോവുകയാണ്. ഈ പണിയുന്നതായിരിക്കുന്ന ആ കുശവൻ നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ ദൈവം
പണിയുന്ന ഒരു ദൈവമാണ് എന്ന് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും. നമ്മളെല്ലാവരും ആ കുശവനാകുന്ന കർത്താവിന്റെ കയ്യിൽ ആരാണ്? അത് കളിമണ്ണാണ് എന്നുള്ളൊരു ചിന്ത നമ്മെ ഇന്ന് രാത്രി ഭരിക്കണം. ദൈവം പണിതുകൊണ്ടിരിക്കുമ്പോൾ നാം ആ പണിയുടെ മധ്യേ ആ ദൈവത്തിന് ഉദ്ദേശിച്ച രീതിയിൽ പണിയപ്പെടുവാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ നമ്മെ എടുത്തെറിയത്തില്ല. അവൻ വീണ്ടും നമ്മെ പണിത് നല്ല പാത്രമാക്കി തീർക്കുന്ന ഒരു ദൈവമാണെന്ന് ഒരിക്കലും മറന്നു പോകരുത്. അത് മാത്രമല്ല, നമുക്കറിയാം ദൈവം ആദിമ മനുഷ്യനായിരിക്കുന്ന ആദാമിനെ സൃഷ്ടിച്ചത് തന്നെ അത് മണ്ണുകൊണ്ടാണെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. നമുക്കതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഏത് മനുഷ്യനും മണ്ണാണ് എന്നുള്ളൊരു ചിന്ത എല്ലാവരെയും ഭരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ ആദാമിനെ ദൈവം മണ്ണുകൊണ്ട് നിർമ്മിക്കുന്നതിന് മുൻപ് ആദ്യ ഭൂമിയിൽ പാഴും ശൂന്യവുമായി തീരുന്നതായ ഭൂമിയുടെ മുൻപുണ്ടായിരുന്ന ആദിമ ഭൂമിയിൽ ദൈവം ആക്കി വെച്ചിരുന്നത് ആരെയാണ് നമുക്കറിയാം? ഒരു കൂട്ടം ദൂതന്മാരെയാണ്. അവരുടെ ലീഡർ ലൂസിഫർ എന്ന് പറയുന്ന ഒരു ദൂതനായിരുന്നു. ആ ദൂതന്മാരെ കുറിച്ച് നാം യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിലും യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ആ ദൂതനെ ദൈവം ഉണ്ടാക്കിയത് മണ്ണുകൊണ്ടായിരുന്നില്ല, അല്ലെ? യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ ദൂതനെയൊക്കെ ദൈവം നിർമ്മിച്ചിരുന്നത് നവരത്നങ്ങൾ കൊണ്ടാണ്. പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, നീലക്കല്ല്, മാണിക്യം, മരതകം എന്ന് വേണ്ട ഇങ്ങനെയുള്ളതായിരിക്കുന്ന രത്നങ്ങൾ കൊണ്ടാണ് ദൈവം ആ ദൂതനെ സൃഷ്ടിപ്പാൻ ഇടയായത്. ഈ പറയപ്പെട്ട രത്നങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടോ? എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കും അറിയത്തില്ല. തനിയെ പ്രകാശിക്കുന്ന ശോഭിക്കുന്ന രത്നങ്ങൾ ഉപയോഗിച്ചാണ് ഈ ദൂതനെ ദൈവം ഉണ്ടാക്കിയത്. ഈ ദൂതന്റെ ജോലി എന്തായിരുന്നു അറിയാമോ? തന്നെ ആക്കി വെച്ചിരുന്ന ഭൂമിയിൽ നിന്ന് പറന്നുയർന്ന് സ്വർഗത്തിൽ പ്രവേശിച്ച് ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതായിരുന്നു ഈ ദൂതന്റെയും കൂട്ടരുടെയും ജോലി. പക്ഷേ എന്താ സംഭവിച്ചെന്ന് നമുക്കറിയാം. ദൂതന്റെ ഹൃദയത്തിൽ എന്തുണ്ടായി? പാപമുണ്ടായി, നിഗളമുണ്ടായി. ദൂതൻ പുറത്തു പറഞ്ഞില്ല, ഹൃദയത്തിൽ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ ദൈവത്തിന്റെ സിംഹാസനത്തിന് മീതെ കയറും, സമാഗത പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. അപ്പോൾ ദൈവത്തെക്കാൾ വലിയവനാകും എന്നുള്ളതായ അഹങ്കാര മനോഭാവം ദൂതനുണ്ടായപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ദൂതനെ ദൈവം ആ സ്ഥാനത്ത് നിന്ന് വെട്ടി താഴെയിട്ടു. ഞാൻ പറഞ്ഞു വന്നത്, ഈ നവരത്നങ്ങൾ ഉണ്ടാക്കിയതായ ഈ ദൂതന്റെ ഹൃദയം നിഗളിച്ചു. അത് ദൈവത്തിന് അറിയാം. അതുകൊണ്ടായിരിക്കാം ദൈവം തീരുമാനിച്ചത്, ഇനി ഞാൻ മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ കേവലം ഇരുമ്പ് കൊണ്ട് പോലും ഞാൻ അവനെ ഉണ്ടാക്കത്തില്ല, പിന്നെ ഭൂമിയിലെ മണ്ണെടുത്ത് ആ മണ്ണുകൊണ്ട് ഞാൻ അവനെ ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുകഴാനും പ്രശംസിക്കുവാനും നിഗളിക്കുവാനും ഒന്നുമില്ല. എത്ര ആരോഗ്യമുണ്ടെങ്കിലും, എത്ര ശക്തി ഉണ്ടെങ്കിലും, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, സമ്പത്തുണ്ടെങ്കിലും, എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു ചിന്ത ഉണ്ടായിരിക്കണം, ഞാൻ കേവലം കളിമണ്ണാണ്, മണ്ണാണ് എന്നുള്ള ചിന്ത എല്ലാവരെയും ഭരിച്ചാൽ നമുക്ക് നിഗളിക്കുവാനോ പ്രശംസിക്കുവാനോ ഒന്നുമില്ലെന്ന് ഈ ഭാഗത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി വായിച്ചു കേട്ടതായിരിക്കുന്ന ഈ വേദഭാഗത്ത് നിന്ന്
ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന സന്നിധരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് 3 പ്രത്യേക വിഷയങ്ങളാണ് സംസാരിക്കുവാനായിട്ടുള്ളത്. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം 1 മുതൽ 6 വരെ വായിച്ചതായിരിക്കുന്ന വേദഭാഗത്ത് നിന്ന് ഈ കുശവന്റെ വീട്ടിൽ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നതായിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി പ്രത്യേകമായി 3 വിഷയങ്ങൾ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുശവന്റെ വീടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഈ കുശവന്റെ വീട്. ഈ കുശവന്റെ വീട്ടിലേക്ക് ചെന്നതായ യിരെമ്യാവിന് അവിടെ കാണാനായിട്ട് സാധിച്ചത്, അതെ, താന് ചക്രത്തിന്റെ മേല് വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ ചക്രത്തിന്മേൽ വേല ചെയ്യുവാനായിട്ട് അതിന് സഹായകരമായി, അതിന് മുഖാന്തരമായി ഭവിച്ചത് കുറച്ച് കളിമണ്ണാണ് എന്നുള്ള കാര്യം കാണാൻ കഴിയും. അപ്പൊ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഈ യിരെമ്യാവ് കണ്ടത് അവിടെ കുറച്ച് കളിമണ്ണ് കാണുവാനിടയായി. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ കളിമണ്ണ് എവിടെയോ ആയിരുന്നു, ഭൂമിയുടെ മുഖത്ത് എവിടെയോ ആയിരുന്നു ഈ കളിമണ്ണ്. ആ കളിമണ്ണ് ഭാഗ്യമെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായത് എന്താണെന്നറിയാമോ? ഈ കളിമണ്ണ് കുശവന്റെ വീട്ടിലെത്തിയെന്നുള്ളതാണ് ഈ കളിമണ്ണിന് പ്രശംസിപ്പാനും ഭാഗ്യം എന്ന് പറയുവാനും ഉള്ളത്. ഈ കളിമണ്ണ് കിടന്നതായ സ്ഥലത്ത് മഴ പെയ്യുമ്പോൾ അതിങ്ങനെ കുഴയും, ചൂട് വരുമ്പോൾ അത് കട്ടിയാകും, പിന്നെ മഴ വരുമ്പോൾ കുഴയും, പിന്നെയും ചൂട് വരുമ്പോൾ, വെയിൽ വരുമ്പോൾ കട്ടിയാകും. ഇതായിരുന്നു ഈ കളിമണ്ണിന്റെ പ്രകൃതി. ഒരു വിധത്തിലും ഒരു നിലയിലും ഒരു വ്യത്യാസമില്ലാതെ അങ്ങനെ കിടന്നതായ കളിമണ്ണ് ഇതിനൊരു രൂപാന്തരം വരുവാൻ ഇടയായത്, ഒരു പാത്രമായി തരുവാൻ ഇടയായത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ കുശവൻ ഈ കളിമണ്ണ് അവിടെ നിന്ന് എടുത്തിട്ട് കുശവന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മൾ ഒരു വിശേഷതയും ഇല്ലാതിരുന്നവരാണ്, നമുക്കൊരു രൂപാന്തരം ഇല്ലാതിരുന്നവരാണ്. പക്ഷേ ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് നമ്മെ ആയിരുന്ന സ്ഥാനത്ത് നിന്ന് എടുത്തുകൊണ്ട് ഈ കുശവന്റെ വീട്ടിൽ, അതായത് സ്വർഗീയ കുടുംബത്തിൽ, ദൈവസഭയിൽ നമ്മെ കൊണ്ടുവന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ഭാഗ്യമെന്ന് പറയുവാൻ, എന്തെങ്കിലും ഗുണമുണ്ടായെന്ന് പറയുവാൻ, എന്തെങ്കിലും വിശേഷത ഉണ്ടായി എന്ന് പറയുവാൻ കാരണം എന്താണെന്നറിയാമോ? നമുക്ക് ഈ ദൈവസഭയാം കുടുംബത്തിലേക്ക്, ഈ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ഇടയായതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ. അത് മാത്രമേ നമുക്ക് പ്രശംസിപ്പാനുള്ളൂ എന്നുള്ള കാര്യം ആരും ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, കുശവന്റെ വീട്ടിൽ ചെന്നാൽ കളിമണ്ണ് മാത്രമല്ല കാണുന്നത്, പിന്നെ കുശവനെ അവിടെ കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, ആ കുശവന്റെ വീട്ടിലേക്ക് ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ ഇതിനു മുൻപ് ഉണ്ടാക്കിയ മനോഹരമായ പാത്രങ്ങൾ ആ കുശവന്റെ വീട്ടിലെ ഷെൽഫിലെല്ലാം എന്ത് ചെയ്തിരിക്കുക, ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഇപ്പൊ എത്തിച്ചേർന്നതായിരിക്കുന്ന ഈ കളിമണ്ണിന് ഒരു പ്രത്യാശയുണ്ട്.
എന്താ പ്രത്യാശ എന്നറിയാമോ? ഈ ഷെൽഫിലെല്ലാം അടുക്കി വെച്ചിരിക്കുന്ന മനോഹരമായ പാത്രങ്ങളായി എന്നെയും തീർക്കുമെന്നുള്ള ഒരു പ്രത്യാശയാണ് ഈ കളിമണ്ണിനുള്ളത് എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ഒന്നാമതായി ഈ കുശവന്റെ ഭവനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, നാം വെറും മൺപൊടികളാണ്. നാം അത് വെയിലുണ്ടായാൽ ഉണങ്ങുകയും മഴ പെയ്താൽ കുതിരുകയും ചെയ്യുന്ന യാതൊരു വിശേഷതയുമില്ലാതിരുന്ന അനുഭവത്തിൽ നിന്ന് നമ്മെ സ്വർഗീയ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ ഫലമായി നമുക്ക് വിശേഷതയുള്ളവരായി തീരുവാൻ ഇടയായി എന്നുള്ളത് ഈ കുശവന്റെ ഭവനത്തെ സംബന്ധിച്ച് നാം ഓർക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിനു സ്തോത്രം. അടുത്തതായിട്ട് നാം ചിന്തിപ്പാൻ പോകുന്നത് ഈ കുശവന്റെ വീട്ടിൽ ഒരു ചക്രമുണ്ട് എന്നുള്ളതാണ്. എനിക്കറിയത്തില്ല ഇതിനകത്തിരിക്കുന്ന എത്ര പേര് കുശവനെയും ഈ ചക്രത്തെയും കുശവൻ ഉണ്ടാക്കുന്ന ആ പാത്രത്തിന്റെ പണിയെയും എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല. ഞാന് സഭയിൽ ഒരിക്കൽ ഇത് പറഞ്ഞു. കുശവൻ എന്ന് പറഞ്ഞപ്പോ പിള്ളേർ ചോദിക്കുക അത് ആരാണെന്ന്. അപ്പം കുശവൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് പോലും അറിയാത്തവരുണ്ട്. അങ്ങനെ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നുള്ള ചിന്തയിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ കുശവന്റെ വീട്ടിൽ ചെന്നാൽ രണ്ടാമതായി കാണുവാൻ കഴിയുന്നത് കുശവൻ പാത്രമുണ്ടാക്കുന്ന ഒരു ചക്രം അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ കളിമണ്ണ് കുശവന്റെ വീട്ടിൽ വന്നാൽ ഉടനെ കളിമണ്ണ് ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ ഉടനെ ഒരു പാത്രമായി തീരുമെന്ന് ആരും ചിന്തിക്കരുത്. അപ്പോൾ ഈ കളിമണ്ണിനെ ചക്രത്തിന്മേൽ എടുത്തു വെച്ച് അതിൽ വേല ചെയ്യുമ്പോഴാണ് അത് ഒരു പാത്രമായി രൂപപ്പെടുവാനായിട്ട് ഇടയാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മെ കർത്താവ് ആഗ്രഹിച്ച പ്രകാരം ഒരു നല്ല മാനപാത്രമാക്കി തീർക്കണമെങ്കിൽ അതിനിച്ചിരി സമയമെടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഉടനടി ഒരു പാത്രമായി തീരാമെന്ന് ആരും ചിന്തിക്കരുത്. നമ്മെ ഒരു മാനപാത്രമാക്കി കർത്താവ് തീർക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനല്പ സമയമെടുക്കും കേട്ടോ. ആ സമയം മുഴുവനും നാം ആ ചക്രത്തിന്മേൽ ഇരുന്ന് ആ കുശവന്റെ കയ്യിലെ ആ ചൂടേറ്റ് ആ കുശവൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെ മെനഞ്ഞെടുത്തെങ്കിൽ മാത്രമേ ഒരു നല്ല പാത്രമാക്കി തീർക്കുവാൻ കഴിയത്തുള്ളൂ. ഈ കുശവന്റെ ചക്രം അടങ്ങിയിരിക്കത്തില്ല. അതിങ്ങനെ നല്ല സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ചക്രത്തിന്റെ മേൽ ഈ കളിമണ്ണിനെ എടുത്തു വെച്ചാൽ ഈ കളിമണ്ണും എന്ത് ചെയ്യുമെന്നറിയാമോ? ചക്രത്തിന്റെ അതേ സ്പീഡിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായി കാണുവാൻ കഴിയും. അപ്പൊ കളിമണ്ണ് പറയുകയാണ്, എനിക്ക് നല്ല പാത്രമാകാനായിട്ടൊക്കെ ആഗ്രഹം, പക്ഷേ എനിക്കിങ്ങനെ കറങ്ങാനൊന്നും പറ്റത്തില്ല, എനിക്ക് അത് ഒക്കുന്ന കാര്യമല്ല എന്ന് കളിമണ്ണ് പറഞ്ഞാൽ കുശവൻ പറയും, നിനക്ക് കറങ്ങാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ നിന്നെ ഞാനൊരു നല്ല പാത്രമാക്കി തീർക്കുകയുള്ളൂ എന്ന് കുശവൻ തീർച്ചയായും പറയും. സ്തോത്രം. ഈ ചക്രം നാം കാണുമ്പോൾ നാം ചില പ്രത്യേക കാര്യങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കുശവൻ പണി ചെയ്യുന്നതായ ഈ ചക്രം നമ്മൾ ദർശിക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ അതിൽ നിന്ന് നാം മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, കുശവന് ഈ കളിമണ്ണിന്റെ മേലൊരു പദ്ധതി ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്.
നിന്നെ എവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നുവോ, നിന്നെ കുറിച്ചൊരു പദ്ധതിയും നിന്നെ കുറിച്ചൊരു പ്ലാനും ഈ കുശവന്റെ ഹൃദയത്തിലുണ്ട് എന്ന ആ വസ്തുത നാം ഒരിക്കലും മറന്നു പോകരുത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളതായ ഒരു സന്ദേശം എന്തെന്നറിയാമോ? കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുവന്ന് ആക്കിയിരിക്കുമ്പോൾ കർത്താവിന്റെ ഹൃദയത്തിൽ നല്ല ഒരു പ്ലാൻ ഉണ്ട്, നല്ല ഒരു പദ്ധതി നമ്മളെ കുറിച്ചുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നാം വന്ന ഉടനെ ആ പ്ലാനുകൾ ദൈവം വെളിപ്പെടുത്തത്തില്ല. നാം ദൈവത്തിന്റെ ഭവനമാകുന്ന സഭയ്ക്കകത്ത് വന്ന് ആ സഭയോട് ചേർന്ന് ആരാധിച്ച് ആ സഭയിൽ നിന്ന് കേൾക്കുന്ന വചനം അനുഷ്ഠിച്ച് നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു പോകുമ്പോൾ ഓർത്തുകൊള്ളേണം, ആ കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്യുന്നത് പോലെ നമ്മളെ പണിയുവാൻ കർത്താവ് നമ്മെ അത് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മേൽ കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഒരുപക്ഷെ ചില വർഷങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ മാത്രമാണ് ആ കളിമണ്ണിനെ കുറിച്ചുള്ളതായ പൂർണ്ണ ഉദ്ദേശം, ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും, എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരം, എന്റെ വഴികളുമല്ല നിങ്ങളുടെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികളെ നിങ്ങളുടെ വഴികളെക്കാൾ എന്റെ വഴികളും നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ എന്റെ വിചാരങ്ങളും ഉന്നതമാണെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, ഇന്ന് രാത്രി ദൈവിക സന്ദേശം ഇതാണ്. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. നീ വിചാരിക്കുന്നത് പോലെ അല്ല ദൈവം നിന്നെ ആക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നത്. നീ ചിന്തിക്കുന്നതിന്റെ അപ്പുറമായി നിന്നെ കർത്താവ് പണിതെടുക്കുവാൻ, ഒരു നല്ല മാനപാത്രമാക്കി തീർക്കുവാൻ, അനേകർക്ക് പ്രയോജനമുള്ള പാത്രമാക്കി തീർക്കുവാൻ ദൈവം ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത ഇന്ന് രാത്രി ഈ വചനത്തിൽ കൂടെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്ന ശമൂവേലിനെ നിറച്ചെടുത്തതായിരിക്കുന്ന തൈലക്കൊമ്പുമായി ബേത്ലഹേമിലുള്ള ഇശായിയുടെ ഭവനത്തിലേക്ക് ദൈവം അയക്കുമ്പോൾ ആ ഇശായിയുടെ ഭവനത്തിൽ ദൈവം ഒരു രാജാവിനെ കണ്ടിരുന്നു, അല്ലേ? ദൈവം എന്തിനാണ് ശമൂവേലിനെ അയച്ചത്? ദൈവം ആക്കി വെച്ചതായിരിക്കുന്ന ശൗല് അനുസരണക്കേട് കാണിച്ച് ദൈവത്തെ ത്യജിച്ച് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോൾ ദൈവം തീരുമാനിച്ചു അവന് പകരം ഇശായിയുടെ കുടുംബത്തിൽ നിന്ന് അവന്റെ മക്കളിൽ ഒരുവനെ ഞാന് ഒരു രാജാവായിട്ട് തെരഞ്ഞെടുക്കും. അപ്പൊ ശമൂവേലും ചിലപ്പോ ചിന്തിച്ചുകൊണ്ട് പോകുക, ഇശായിയുടെ മൂത്ത 3 മക്കള് മിലിറ്ററിക്കാരാണല്ലോ, അവരിൽ ആരെങ്കിലും ആയിരിക്കും രാജാവായിട്ട് ദൈവം തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ ദൈവം ശമൂവേലിനോട് പറഞ്ഞ എന്താണെന്നറിയാമോ? നീ മുഖമോ പൊക്കമോ ഒന്നും നീ നോക്കരുത്, അത് മനുഷ്യൻ നോക്കുന്നതാണ്. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കും. എത്ര നീളമുണ്ട്, എത്ര വണ്ണമുണ്ട്, വെളുത്തതാണോ കറുത്തതാണോ എന്നൊക്കെ മനുഷ്യൻ നോക്കും. പക്ഷേ ശമൂവേലിനോട് ദൈവം പറയുകയാണ്, നീ അങ്ങനെ നോക്കരുത്. അങ്ങനെ ചെന്നതായിരിക്കുന്ന സമയത്ത് ഇശായിയുടെ ഓരോ മക്കളെയും മുൻപോട്ട് വിളിച്ചിട്ട് ദൈവത്തോട് ശമൂവേൽ ആലോചന ചോദിച്ചു, ഇവനാണോ രാജാവായിട്ടിരിക്കേണ്ടത്? ആരെയും ദൈവം കണ്ടില്ല. അവസാനം ഇശായിയോട് ആ ശമൂവേൽ ചോദിച്ചു, നിന്റെ മക്കളെല്ലാം ആയോ? മക്കളെല്ലാം തികഞ്ഞോ? ഇനി നിനക്ക് മക്കളുണ്ടോ? അങ്ങനെ ചോദിച്ച സന്ദർഭത്തിലാ പറയുന്നത്, ഒരാളും കൂടെ ഉണ്ട്.
അത് മറ്റാരുമല്ല, ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരത്തിലായിരിക്കുന്ന ഒരു ഇളയ മകനുണ്ട്. അവൻ ഒരു ബാലനാണ്. ശമൂവേൽ പറഞ്ഞു, അവനെ വേഗം വിളിച്ചു വരുത്തുക. അവൻ വന്ന ഉടനെ ദൈവം ശമൂവേലിനോട് പറഞ്ഞു, ഇവനാണ് ഇസ്രായേലിന്റെ രാജാവായി തെരഞ്ഞെടുക്കപ്പെടുന്നവൻ. എന്താണ് ഞാൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത്? നമ്മെ ലോകം നോക്കുമ്പോൾ അവരുടെ കണ്ണിന്റെ മുൻപിൽ നമ്മൾ യോഗ്യരായിരിക്കത്തില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവം നിന്നെ നോക്കുമ്പോൾ ഒരു നല്ല ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം നിന്നെ തെരഞ്ഞെടുക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. നമ്മളുടെ യോഗ്യതയല്ല ദൈവം നോക്കുന്നത്, നമ്മുടെ അയോഗ്യതകളെ ദൈവം യോഗ്യതയായിട്ട് എണ്ണി ദൈവത്തിന് ഇഷ്ടമുള്ള പാത്രങ്ങളാക്കി ദൈവം നമ്മെ തീർക്കുവാൻ തക്കവണ്ണം ശക്തനായ ഒരു ദൈവമാണെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ പറഞ്ഞത്, നമ്മിലൂടെ ദൈവം നല്ല പ്ലാൻ ചെയ്ത് നല്ല പദ്ധതി ആവിഷ്കരിച്ച് നമ്മെ കൊണ്ട് ദൈവത്തിന് വൻകാര്യം ചെയ്യുവാനായിട്ട് കഴിയുമെന്നുള്ള ഒരു ശക്തമായ ദൂതാണ് ഇന്ന് രാത്രി എനിക്ക് പറയുവാനായിട്ടുള്ളത്. നമുക്കറിയാം, മോശയെ ദൈവം കണ്ടത് എന്തായിരുന്നു? ഒരു ജനത്തിന്റെ നേതാവായിട്ടിരിക്കുവാനാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, മോശ ജനിക്കുന്ന സമയത്ത് രാജാവിന്റെ ഒരു കൽപ്പന ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഉണ്ടാകുന്ന ആൺകുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? നൈൽ നദിയിൽ എറിഞ്ഞു കൊന്നുകളയണം. അങ്ങനെ വിരോധമായിരിക്കുന്ന ഒരു കൽപ്പന നിൽക്കവെയാണ് ഈ മോശ ജനിക്കുവാനായിട്ട് ഇടയായത്. എന്നാൽ നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടിട്ട് രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം എന്ത് ചെയ്തു? ഒളിപ്പിച്ചു വെച്ചതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുള്ള മാതാക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ടല്ലോ. 3 മാസം ആരും അറിയാതൊരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് എത്രയോ പ്രയാസം നിറഞ്ഞ കാര്യമാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ട് ഞാങ്ങണ കൊണ്ടൊരു പെട്ടകം വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്തും പുറത്തും കീല് തേച്ച് ഈ കുഞ്ഞിനെ അതിനകത്താക്കി നൈൽ നദിയുടെ തീരത്തുള്ളതായ ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ടുപോയി വയ്ക്കുവാനായിട്ടിടയായി. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന തലമുറകളെ ദൈവം കാണുന്ന ദൈവമാണ്. ദൈവം അവരെ കുറിച്ച് വൻ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാജാവിനും അവനെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിയത്തില്ല. അവന് രോഗം നേരിട്ടാലും ദൈവം അവനെ പരിപാലിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മോശയെ കൊണ്ട് ഇസ്രായേലിന്റെ ഒരു ലീഡറായി അവരെ നടത്തുവാനായിട്ട് ദൈവം തീരുമാനിച്ചപ്പോൾ അവനൊരു നല്ല പാഠശാലയിൽ കൂടെ ദൈവം അവനെ കടത്തിവിട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ഹോരേ പർവ്വതത്തിന്റെ അടിവാരത്തോളം എത്തിച്ചേർന്ന സമയത്ത് അതെ ദൈവം അവനോട് സംസാരിപ്പാനായിട്ടിടയായി. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം മറ്റൊന്നുമല്ല, ഇഷായുടെ മകനിൽ ഒരുവനെ ഒരു രാജാവായിട്ട് ദൈവം കണ്ടെങ്കിൽ ഇവിടെ മോശയെ ദൈവം കണ്ടത് ഒരു നല്ല നേതാവായിട്ടാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ഒരു പ്ലാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പദ്ധതി ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആ നിലയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണെന്നുള്ള ആ വലിയ ആ സന്ദേശം ഇന്ന് രാത്രി നമുക്ക് ഏറ്റെടുത്ത് ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്താം. യോഹന്നാൻ സ്നാപകൻ ജനിച്ചപ്പോൾ ദൈവം തീരുമാനിച്ചു, യേശുവിന്റെ മുന്നോടിയായിട്ട് ഇവനെ ഞാൻ അതെ ഉപയോഗിക്കും. യേശുവിന് വഴിയൊരുക്കുവാനായിട്ട് ഇവനെ ഞാൻ ഉപയോഗിക്കും.
ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നമ്മുടെ ജനനത്തിങ്കൽ തന്നെ നമ്മൾ ആരായി തീരണമെന്ന് ദൈവം മുന്നമേ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ, അതിനെ നശിപ്പിക്കുവാൻ ലോകത്തിലെ ഒരു വ്യക്തിക്കോ ലോകത്തിലെ ഒരു ശക്തിക്കോ സാധിക്കത്തില്ല. പിന്നെയോ ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം, ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം ദൈവം നമ്മളെ ഓരോരുത്തരെയും ഉപയോഗിക്കുന്ന ദൈവമാണ് എന്ന് നാം മറന്നു പോകരുത്. ഞാൻ മടങ്ങി വരട്ടെ. കുശവന്റെ ആ ചക്രത്തിന്മേൽ ഈ കളിമണ്ണ് അത് ആയിരിക്കുമ്പോൾ ആ കളിമണ്ണിനെ കുറിച്ച് കുശവന്റെ ഉള്ളിലുള്ളതായ പ്ലാൻ എന്ന് പറയുന്നത് ആ തനിക്ക് ഇഷ്ടമുള്ള ഒരു പാത്രമാക്കി രൂപപ്പെടുത്തണമെന്നുള്ളത്. ആ കളിമണ്ണിന് പറയാൻ ഒക്കത്തില്ല എന്നെ ഇന്ന പാത്രമാക്കി തീർക്കണമെന്ന്. അത് കുശവന്റെ ഹൃദയത്തിലെ തീരുമാനമാണ്. ഞാൻ പറയട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആർക്കും യോങ്കിച്ചോ ആയിത്തീരാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അന്നമമാമനായിത്തീരുവാൻ പറ്റുമോ? ആർക്കും പറ്റത്തില്ല. റിച്ചാർഡ് ബോങ്കയായിത്തീരുവാൻ പറ്റുമോ? പറ്റത്തില്ല. നാം ആയിരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ദൈവമാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മൾ എവിടെ എത്തിച്ചേരണം, നമ്മൾ ആരായിത്തീരണം, നമ്മൾ എന്ത് ശുശ്രൂഷ ചെയ്യണം, ഈ കാര്യങ്ങൾ നമ്മളല്ല തീരുമാനിക്കുന്നത്, പിന്നെ ദൈവമാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. ഈ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടെ നാം നിരന്തരമായി ദൈവത്തിന്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അത് നമുക്ക് വേണ്ടി ഒരുക്കിയതായ ഒരു നല്ല മുഖാന്തരമാണെന്ന് ആരും മറന്നു പോകരുത്. എന്നാൽ എനിക്കിന്ന് രാത്രി ഓർപ്പിക്കുവാനുള്ളത്, ഈ ദൈവത്തിന്റെ വചനം പഠിച്ചിട്ട് നാം ഒരു പ്രയോജനവുമില്ലാത്തവരായി തീരരുത് എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. ദൈവത്തിന്റെ വചനം പഠിക്കുകയും അത് നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്ത ശേഷം ദൈവം നമ്മളെ ഉദ്ദേശിക്കുന്ന രീതിയിൽ ദൈവം നടത്തുമ്പോൾ ഈ പഠിച്ച വചനങ്ങളെല്ലാം നമ്മിൽ കൂടെ ദൈവം അത് പ്രയോജനകരമാക്കി തീർക്കുവാനിടയാകും. അനേകരിലേക്ക് ദൈവവചനം നമ്മൾ കൈമാറുന്നവരായി തീരുവാനിടയാകണം. കർത്താവിന് വേണ്ടി എവിടെയെങ്കിലും ശുശ്രൂഷിപ്പാനായിട്ട് അവസരം ലഭിച്ചാൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അത് ഉപകാരമായി തീരുവാനായിട്ട് ഇടയാകണം. ഒരു ദൈവദാസൻ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച ശേഷം അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതിൽ പഠിച്ച ഒരു സ്റ്റുഡന്റിനെ കാണാനിടയായപ്പോൾ എങ്ങനെയാ കണ്ടെന്ന് ചോദിച്ചാൽ, കുറച്ച് താറാവിനെയും കൊണ്ട് ഇങ്ങനെ തീറ്റുന്ന ഒരു രംഗമാണ് കണ്ടത്. അപ്പൊ ആ ദൈവദാസൻ ആ സ്റ്റുഡന്റിനെ അടുത്തേക്ക് വിളിച്ചു. മോനെ, താറാവിനെ തീറ്റുവാണെങ്കിൽ, തീറ്റാനായിരുന്നതിന്റെ ഉദ്ദേശമെങ്കിൽ നീ ബൈബിൾ സ്കൂളിൽ വന്ന് ദാനിയേൽ പ്രവചനം പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാനിടയായി. അപ്പൊ ദാനിയേൽ പ്രവചനം പഠിച്ചിട്ട് നീ ഈ താറാവിനെ തീറ്റുവാനാണോ നീ പോയത് എന്നാണ് ചോദിച്ചതിന്റെ ഉദ്ദേശം. ഞാനിത് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ. നമ്മള് പഠിച്ചതായ ദൈവവചനത്തിന്റെ നല്ല ശുശ്രൂഷയ്ക്കായി നമ്മെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാം പഠിച്ചതായിരിക്കുന്ന വചനം ഒരിക്കലും അത് വൃഥാവായി തീരുവാൻ ഇടയാകാതെ അതിലൂടെ നല്ല ശുശ്രൂഷ നമ്മിൽ കൂടെ ദൈവം ചെയ്യേണ്ടതിനായി കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ഞാൻ മടങ്ങി വരട്ടെ. ഈ ചക്രത്തിന്മേൽ വേല ചെയ്യുന്നതായിരിക്കുന്ന ഈ കുശവനെ സംബന്ധിച്ച് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നത്, ഇദ്ദേഹത്തിന് ഒരു ഹെൽപ്പർ അവിടെ ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നില്ല. ഇത് ഞാൻ ഇത്രയും പണിത് വെച്ചിട്ടുണ്ട്, ബാക്കി നീയാണ് പണിയേണ്ടതെന്ന് പറഞ്ഞ് ഈ കളിമണ്ണ് മറ്റാരെയും ഈ കുശവൻ എന്ത് ചെയ്യത്തില്ല, ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം,
നമ്മെ ചക്രത്തിന്മേൽ ദൈവം പണിയുവാനായിട്ട് ആരംഭിച്ചാൽ ദൈവം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന ദൈവമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ഞാൻ മുൻപേ ഓർപ്പിച്ചല്ലോ, ഒരു നല്ല പാത്രമായി തീരണമെങ്കിൽ ഈ ചക്രത്തിൽ കൂടെ നാം കയറി ഇറങ്ങണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം അറിയാതെ നമുക്ക് ഒരു നല്ല പാത്രമായി തീരുവാനായിട്ട് സാധിക്കത്തില്ല. കളിമണ്ണ് ഉടനടി ഒരു പാത്രമായി തീരുന്നില്ല എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ചക്രത്തിന്റെ മേലിരുന്ന് കറങ്ങി അത് അനേക സമയങ്ങൾ ഈ കുശവന്റെ കയ്യിൽ ആ മണ്ണ് രൂപപ്പെട്ടു വരുമ്പോൾ മാത്രമാണ് ഒരു നല്ല പാത്രമായിട്ട് അതിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഏകാന്തത ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ വരും. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരും. ഇതെല്ലാം വരുമ്പോൾ ഓർത്തുകൊള്ളണം, എന്നെ എൻ്റെ കർത്താവ് ഒരു നല്ല പാത്രമാക്കി തീർക്കുവാനാണ് ഇതിനകത്തൂടെ എൻ്റെ ദൈവം എന്നെ കടത്തി വിടുന്നതെന്ന് ദൈവമക്കൾ ഓർത്തുകൊള്ളണം കേട്ടോ. ദൈവത്തിന് നമ്മെ മനഃപൂർവമായി കഷ്ടത അനുഭവിക്കണമെന്ന് ആഗ്രഹമില്ല. ദൈവ പൈതലേ, നീ കടന്നു പോകുന്ന ഓരോ പ്രതികൂലങ്ങളും, നീ തരണം ചെയ്തതായിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും, ആമേൻ, നിന്നെ ഒരു നല്ല പാത്രമാക്കി തീർക്കുവാനാണ് അങ്ങനെ ദൈവം അനുവദിക്കുന്നതെന്ന് ഇന്ന് രാത്രി ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 119-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ കഷ്ടതയിലായത് എനിക്ക് നന്നായി എന്ന് നമുക്കവിടെ വായിപ്പാൻ കഴിയും. നിന്റെ വചനങ്ങൾ പഠിപ്പാൻ എനിക്കത് കാരണമായി തീർന്നുവെന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. എന്ത് കഷ്ടതയാണ് തന്റെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും കഷ്ടതയിലൂടെ ദൈവം കടത്തിവിടുമ്പോൾ ഓർത്തുകൊള്ളണം, നമ്മെ നല്ല പാത്രങ്ങളാക്കി ദൈവം രൂപപ്പെടുത്തുവാൻ വേണ്ടിയാണ് കഷ്ടങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തിവിടുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് വഹിക്കുവാൻ കഴിയാത്ത ഭാരം ദൈവം നമ്മെ ഏൽപ്പിക്കത്തില്ല. നമുക്ക് സഹിക്കാൻ കഴിയാത്ത വേദന ദൈവം നമുക്ക് തരത്തില്ല. നമുക്ക് തരണം ചെയ്യുവാൻ കഴിയാത്ത പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല കേട്ടോ. ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. നിങ്ങളുടെ ഹൃദയത്തെ വേദനപ്പെടുത്തുന്ന ചില വിഷയങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങൾ ഇന്ന് രാത്രി കടന്നു പോകുന്നത്. നിങ്ങളെ ഭാരപ്പെടുത്തുന്ന മറ്റുള്ളവരുടെ ചില വാക്കുകളായിരിക്കും നിങ്ങളെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അത് കടഭാരമായി തീർന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയങ്ങളായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി വചനത്തിന് മുൻപിൽ എനിക്ക് ഓർപ്പിക്കാനുള്ള ഒരു കാര്യം, അതെ, നിങ്ങളെ ഒരു നല്ല പാത്രമാക്കി തീർക്കുവാൻ ദൈവം നിങ്ങളെ കടത്തിവിടുന്ന ഏത് പ്രശ്നങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ മതി. ദൈവം നമ്മെ ഉദ്ദേശിക്കുന്ന പാത്രമാക്കി വെളിയിൽ കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണെന്നുള്ള ആ ചിന്ത ഇന്ന് രാത്രിയിൽ നമുക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, മോശയെ ഒരു നേതാവായിട്ട് വെളിയിൽ കൊണ്ടുവരുവാനായിട്ട് ദൈവം തമ്പുരാൻ ചെയ്തത് എന്താണെന്നറിയാമോ? 40 വർഷം മരുഭൂമിയിൽ ഇത്രോവിന്റെ ആടുകളെ മേയ്ക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. നമുക്കറിയാം, ആടെന്ന് പറയുന്ന മൃഗം ഒരല്പം പോലും അനുസരണമില്ലാത്ത ഒരു മൃഗമാണ്. ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് നിൽക്കും. അതാണ് ഈ ആടിന്റെ പ്രത്യേകത. അങ്ങനെയുള്ള മൃഗങ്ങളെ 40 വർഷം മേയിച്ചു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അതിനെ അടിച്ചു കൊല്ലാനൊക്കുവോ? ഒക്കത്തില്ല. അങ്ങനെ 40 വർഷം മരുഭൂമിയിലെ പാഠശാലയിൽ ദൈവം തമ്പുരാൻ മോശയെ പഠിപ്പിച്ച ശേഷമാണ് ഇസ്രായേൽ ജനത്തെ 40 വർഷം നടത്തുവാനായിട്ട്
ദൈവം ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ആ ശുശ്രൂഷ മണ്ഡലങ്ങളിലേക്ക് ദൈവം നമ്മെ നടത്തുന്നതിന് മുൻപായി പലവിധമാകുന്ന പ്രയാസ പ്രതികൂലങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തിവിട്ടെന്നിരിക്കും. എന്തിനാണെന്നറിയാമോ? നമ്മിലൂടെയുള്ള ശുശ്രൂഷ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ ചെയ്യുന്നോർത്ത് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കെല്ലാവർക്കും വെവ്വേറെ ശുശ്രൂഷയാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ദൈവവചനം പ്രസംഗിക്കാനായിരിക്കാം, അത് വ്യക്തിപരമായി മറ്റുള്ളവരുടെ സുവിശേഷം അറിയിക്കുവാനായിരിക്കാം, അല്ല രോഗികളെ സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കുവാനായിരിക്കാം, അല്ല കണ്ണുനീരിലായിരിക്കുന്നവരെ അവരെ സന്തോഷിപ്പിക്കുവാനായിരിക്കും ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്: വിവിധമായ ശുശ്രൂഷകൾ നമ്മിൽ കൂടെ ദൈവം ചെയ്തെടുക്കുവാൻ, നമ്മെ ഒരു നല്ല പാത്രമാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന്റെ മുൻപേ പല കഷ്ടതയിലൂടെയും പ്രയാസങ്ങളിലൂടെയും നമ്മെ കർത്താവ് പണിതെടുത്ത ശേഷമാണ് ആ നിലയിലേക്ക് നമ്മെ കൊണ്ടുവരുന്നത് എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാനത് ഓർപ്പിച്ചത്. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മള് കുശവന്റെ വീടിനെ കുറിച്ച് ചിന്തിച്ചു. ആ കുശവന്റെ വീട്ടിലുള്ളതായ ചക്രത്തെ കുറിച്ച് നാം ചിന്തിച്ചു. മൂന്നാമതായിട്ട് ചിന്തിക്കുവാനായിട്ടുള്ളത് ഈ ചക്രത്തിന്റെ മേൽ വേല ചെയ്യുന്നതായിരിക്കുന്ന കുശവന്റെ ആ കൈകളെ കുറിച്ചാണ്. ആ കുശവന്റെ കരങ്ങളിൽ ഒതുങ്ങിയിരുന്നാൽ, ആ കുശവൻ നമ്മെ നയിക്കുന്നതായ രീതിയിലേക്ക് കളിമണ്ണ് വിധേയപ്പെടുത്തി കൊടുത്താൽ ആമേൻ ഒരു നല്ല പാത്രമായി തീരുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം, ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കണം. അപ്പോൾ ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ പണിത് ദൈവത്തിന് ഹിതമായ ഒരു പാത്രമാക്കി ദൈവം നമ്മെ മാറ്റുന്ന ദൈവമാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? ആ കളിമണ്ണ് ഉണ്ടായി വന്ന പാത്രം അത് ചീത്തയായി പോകാനിടയായി. എന്താണ് ചീത്തയായി പോകാൻ കാരണമെന്ന് അവിടെ എഴുതിയിട്ടില്ല. എന്നാൽ ചീത്തയായ പാത്രത്തെ ഈ കുശവൻ എടുത്ത് എറിയുന്നത് നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഉപയോഗശൂന്യമായ വസ്തു അന്നേരെ എടുത്ത് നമ്മൾ ദൂരത്തെറിയും, അല്ലേ? അന്നേരം എടുത്ത് കളയും. ഉപയോഗമില്ലാത്ത ഒരു വസ്തു പിന്നെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കത്തില്ല. എന്നാൽ ഈ കുശവൻ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല. തന്റെ കയ്യിൽ ചീത്തയായി പോയ പാത്രത്തെ എടുത്തു കളയാതെ ഈ കുശവൻ എന്താ ചെയ്തെന്നറിയാമോ? വീണ്ടും അതിനെ രൂപപ്പെടുത്തി ഒരു നല്ല പാത്രമാക്കി തീർക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്താലുണ്ടല്ലോ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ദൈവകരങ്ങളിൽ ഇരിക്കെ ചീത്തയായി പോയാലും ഉപയോഗശൂന്യം ആയി തീർന്നെന്ന് പറഞ്ഞാലും അവൻ നമ്മെ എടുത്ത് ദൂരത്തെറിയുന്ന ദൈവമല്ല. അവൻ നമ്മെ അത് എടുത്തു കളയത്തില്ല. ആ കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മെ വീണ്ടും ഉടച്ച് നല്ല ഒരു പാത്രമാക്കി തീർക്കുവാനായിട്ട് ഇടയാകും. മാത്രമല്ല, നാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വീഴുന്ന ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. മനുഷ്യന്റെ കരത്തിൽ വീഴുന്നതിനേക്കാൾ ദൈവത്തിന്റെ കരത്തിൽ വീഴുന്നതാണ് ഏറ്റവും നല്ലത്. കേട്ടോ, ചീത്തയായി പോയതായ ഒരു സാധനം മനുഷ്യനെടുത്ത് എറിയുമ്പോൾ ദൈവമായ കർത്താവ്
അത് ചീത്തയായി പോയാലും അതിനെ എടുത്ത് എറിയുന്ന കർത്താവല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ എത്ര പ്രാവശ്യം ദൈവം എറിഞ്ഞു കളയേണ്ട സന്ദർഭങ്ങൾ കഴിഞ്ഞു ഇല്ലേ? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയും ദൈവഹിതത്തിന് യോജിക്കാത്ത നിലകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ദൈവം നമ്മെ എടുത്തു കളഞ്ഞോ? നിന്നെ എനിക്കിനി വേണ്ട, ഇങ്ങോട്ട് വന്നേക്കരുത് എന്ന് ദൈവം പറഞ്ഞോ? ഇല്ല. ദൈവമായ കർത്താവ് എന്ത് ചെയ്തു? അവിടെയെല്ലാം നമ്മെ കരം പിടിച്ചു നടത്തുവാനായിട്ട് ഇടയായി. കർത്താവിന്റെ കരത്തിന് വളരെ പ്രത്യേകതയുണ്ട് കേട്ടോ. കർത്താവിന്റെ കരം കണ്ണുനീർ തുടയ്ക്കുന്ന കരമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ നിന്റെ കണ്ണിലെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. നമ്മുടെ കർത്താവ് കണ്ണുനീർ തുടയ്ക്കുന്ന കർത്താവാണ് കേട്ടോ. മാത്രമല്ല, കർത്താവ് രോഗികളെ തൊട്ട സമയത്ത് രോഗികൾ എന്ത് ചെയ്തു? സൗഖ്യമായി തീർന്നു. കർത്താവിന്റെ കരം രോഗികളെ സൗഖ്യമാക്കുന്ന കരമാണ്. നമുക്കറിയാം, പത്രോസ് വെള്ളത്തിലേക്ക് താണുപോയ സമയത്ത് കർത്താവ് പത്രോസിനെ പിടിച്ച് ഉയർത്തുവാനായിട്ടിടയായി. കർത്താവിന്റെ കരം നമ്മെ പിടിച്ച് ഉയർത്തുന്ന കരമാണ് കേട്ടോ. പലപ്പോഴും താണുപോകും എന്ന് ചിന്തിച്ച സന്ദർഭത്തിൽ നമ്മുടെ കർത്താവ് നമ്മെ പിടിച്ച് ഉയർത്തുവാനായിട്ടിടയായിട്ടുണ്ട്. അതൊക്കെയാണ് ഈ കരത്തിന്റെ വലിയ പ്രത്യേകത. അതുകൊണ്ട് കർത്താവിന്റെ കരത്തിലേക്ക് നമ്മെ ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി ഈ കേട്ടതായ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നു.